ഏറ്റവും നല്ല സ്കൂളിൽ പഠിപ്പിക്കുക, ഏറ്റവും നല്ല ജോലിക്കുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക, ഏറ്റവും നന്നായി ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതിന് പുറമെ ആ കുട്ടിക്ക് ഏറ്റവും നല്ലൊരു പാരൻ്റ് ആവുക, ആ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ സമയം ആ കുട്ടിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുക. തത്രപ്പാടിൽ ഓടുന്ന പാരൻസ് ആയിരിക്കും ഒന്നുകിൽ, അല്ലെങ്കിൽ ഇത്ര അബ്യൂസീവായ പാരൻസ് ആയിരിക്കും ഒന്നുകിൽ. ഇങ്ങനെ എന്തെങ്കിലും ഒരു തകരാറ് ഒരു പാരൻറ്റിങ്ങിൽ ഉണ്ടാവും. കൃത്യമായിട്ടുള്ള ശിക്ഷണം എന്ന് പറയുന്നത് തല്ലി പഠിപ്പിക്കുന്ന നല്ല ശിക്ഷണം. എടാ ഇത് തെറ്റി, നീ ഒരു കാര്യം ചെയ്യ്, നീ. ഈ വീഡിയോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇതുപോലെ നിങ്ങളുടെ കുട്ടികൾക്കും പരാതികളുണ്ടോ? നിങ്ങളുടെ പാരന്റിംഗ് ഏത് രീതിയിലുള്ളതാണ്? ഹായ്, ഇറ്റ്സ് മീ ഫെമിന, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. മെയിൻലി 4 രീതിയിലുള്ള പാരന്റിംഗ് ആണ് കണ്ടുവരുന്നത്. ഫസ്റ്റ് വൺ, പെർമിസീവ് പാരന്റിംഗ്. അതായത് കുട്ടികൾ ആവശ്യപ്പെടുന്നതെല്ലാം അനുവദിച്ചു കൊടുക്കുന്നതാണ്. സെക്കൻഡ് വൺ ഈസ് അതോറിറ്റേറിയൻ പാരന്റിംഗ്. അതായത് രക്ഷിതാക്കൾ കുട്ടികളിൽ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന രീതിയാണ്. തേർഡ് വൺ ഈസ് അൺഇൻവോൾവ്ഡ് പാരന്റിംഗ്. അതായത് കുട്ടികൾക്ക് ആവശ്യമായ സ്നേഹമോ കരുതലോ നൽകാതിരിക്കലാണ്. ഈ 3 പാരന്റിങ്ങും കുട്ടികളെ നെഗറ്റീവായിട്ടാണ് അഫക്റ്റ് ചെയ്യുന്നത്. അതായത് കുട്ടികൾക്ക് ഡിപ്രഷൻ വരാനും അക്കാദമിക് പെർഫോമൻസ് കുറയാനും സബ്സ്റ്റൻസ് യൂസിലേക്ക് പോവാനും കാരണമാവുന്നു. ഫോർത്ത് വൺ ഈസ് അതോറിറ്റേറ്റീവ് പാരന്റിംഗ്. അതായത് സ്നേഹത്തോടെ കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് ഡിസ്കഷന് ശേഷം കൺട്രോൾ ചെയ്യുന്നതാണ്. ഈ പാരന്റിങ്ങിലൂടെ വളർന്ന കുട്ടികൾ ഫ്രണ്ട്ലി, എനർജറ്റിക്, സെൽഫ് കൺട്രോൾഡ്, കോപ്പറേറ്റീവ് ആൻഡ് അച്ചീവ്മെൻറ്റ് ഓറിയൻറ്റഡ് ആണ്. നിങ്ങൾ അതോറിറ്റേറ്റീവ് പാരന്റിംഗ് ആണ് ഫോളോ ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തുക. ഇത് കുട്ടികളുടെ ഡെവലപ്മെൻറ്റ്, ഇമോഷൻ ആൻഡ് ബിഹേവിയറിനെ മെച്ചപ്പെടുത്തും. സ്റ്റേ ടു ഫോർ മോർ വീഡിയോസ്. താങ്ക് യു.